ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം തിരുവചനം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. തൻ്റെ ഏക മകനു വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുന്ന ഒരു പിതാവ്. ആ പിതാവ് തൻ്റെ മകനെ ഓർത്ത് തൻ്റെ മകന് വന്നു ഭവിച്ച അസുഖത്തിൽ മനം നൊന്ത് അനേകം ദിവസങ്ങളായി മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ അതിവേദനയിൽ നീറിപ്പുകഞ്ഞിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ആ പിതാവിന്. അപ്പോൾ ആരൊക്കെയോ അവനോട് യേശുവിനെക്കുറിച്ച് പറയുകയും യേശുവിന് തൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും എന്ന പരിപൂർണ വിശ്വാസത്തിൽ ആ അപ്പൻ യേശുവിനെ കാണുവാനായി ആ ജനക്കൂട്ടത്തിനിടയിൽ കുറച്ചൊക്കെ അലഞ്ഞു നടന്ന് അവസാനം തൻ്റെ മുന്നിൽ താൻ ആരെ തേടി അലഞ്ഞുവോ ആ യേശുവിൻ്റെ മുൻപിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ കുറച്ച് ദൂരത്ത് നിന്നുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ നിൽക്കുന്ന സമയം അത്യുച്ചത്തിൽ ആ പിതാവ് വിളിച്ചു പറയുകയാണ്, എൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്ന്. വേദനയോടെയുള്ള ആ സ്വരം, ആകുലതയോടെയുള്ള ആ നിലവിളി ആ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിൽ യേശുവിൻ്റെ കാതുകളിൽ എത്തുകയാണ്. ആ പിതാവിൻ്റെ ആഴത്തിലുള്ള സ്നേഹവും മകന് വന്നു ഭവിച്ച അസുഖത്താലുള്ള ഭയവും പ്രകടമാകുന്ന ആ പിതാവിൻ്റെ സങ്കടത്താൽ വിറങ്ങലിച്ച സ്വരം, അവൻ എൻ്റെ ഏക മകനാണ് എന്നുള്ള ദയനീയ സ്വരം കേൾക്കാതിരിക്കുവാൻ സാധിക്കാത്ത യേശു. ആ യേശു അവനെ നോക്കുകയാണ്. അത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിലും യേശുവിൻ്റെ ശ്രദ്ധ ആ പിതാവിൽ പതിയുകയാണ്. ഇന്നും യേശുവിൻ്റെ ആ നോട്ടം നമ്മിൽ പലരിലേക്കും അവൻ പായിക്കുന്നുണ്ടാകാം. നിരാശയുടെ നിമിഷങ്ങളിൽ, നമ്മുടെ ഏറ്റവും വലിയ വേദനയുടെ സമയങ്ങളിൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള നമ്മുടെ കണ്ണുനീരോടെയുള്ള അപേക്ഷയുടെ സമയങ്ങളിൽ, നമ്മുടെ വേദനയിൽ വിറങ്ങലിച്ച സ്വരം കേട്ട് നമ്മിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന യേശു. അവൻ കരുണാമയനാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ദൈവപിതാവിൻ്റെ സ്നേഹം, അവനെ സ്നേഹിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവനെ സ്തുതിക്കുന്ന മക്കളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുവാൻ എന്നും തയ്യാറുള്ള യേശു. അന്ന് ആ പിതാവ് ദയനീയമായി തന്നിൽ കടാക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ച പോലെ ഇന്ന് നമുക്കും നമ്മുടെ സങ്കടങ്ങളിൽ അവനോട് അപേക്ഷിക്കാം. അവൻ്റെ കരുണയ്ക്കായി, യേശുവിൻ്റെ നമ്മിലുള്ള ഇടപെടലിനായി, നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനായി എന്നിലും കടാക്ഷിക്കണമേ എന്ന് നമുക്കും അവനോട് അത്യുച്ചത്തിൽ വിളിച്ചു പറയാം. നല്ലൊരു ദിവസം നേരുന്നു.